Hello my dear students. We will discuss the topic 4033 Electrical and Electronics Engineer നാലാമത്തെ സെമസ്റ്ററിലെ റിവിഷൻ 2021 ഉള്ള സബ്ജക്റ്റാണ് ഇൻഡക്ഷൻ മെഷീൻസ്. അതിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഫസ്റ്റ് രണ്ട് കോഴ്സ് ഔട്ട്കം 1 ആൻഡ് കോഴ്സ് ഔട്ട്കം 2 എസ് എ ഭാഗത്ത് പാർട്ട് സിയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ് വരുന്നത്. പാർട്ട് എയിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ വൺ വേർഡ് ഓർ വൺ സെൻറ്റൻസ്. നമുക്കറിയാം 4 കോഴ്സ് ഔട്ട്കംസാണ് നമുക്കുള്ളത്. കോഴ്സ് ഔട്ട്കം 1, 2, 3 ആൻഡ് 4. 9 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പാർട്ട് 1. ഒരു മാർക്ക് വീതം വെച്ചിട്ട് ടോട്ടൽ 9 മാർക്ക്. അപ്പോൾ ഈ 9 ക്വസ്റ്റ്യൻസ് ഡിഫറെൻറ്റ് മൊഡ്യൂൾ, അതായത് ചില മൊഡ്യൂളിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, ചില മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറയാം. 1 മാർക്കിന് ക്വസ്റ്റ്യനാണ്. സിമ്പിളായിട്ടുള്ള 1 വേർഡ് ആൻസേഴ്സ് കൊടുത്താൽ മതി. 1 വേർഡ് അല്ലെങ്കിൽ 2 വേർഡ്. അത് പാർട്ട് ബി. പാർട്ട് ബിയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസാണ്. ഓരോ ക്വസ്റ്റ്യൻസും 3 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. 8 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അവിടെയും കറക്റ്റ് ഒരു മൊഡ്യൂളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കില്ല. മൊഡ്യൂൾസിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു മൊഡ്യൂളിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം, ചില മൊഡ്യൂളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ 2 മോഡൽ ക്വസ്റ്റ്യൻസും ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോയാൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് 8 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം നിർബന്ധമായിട്ടും ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പാർട്ട് സിയിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 7 മാർക്ക്. 6 into 7 42 മാർക്സ്. അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ അടുത്ത് 4 കോഴ്സ് ഔട്ട്കം ഉള്ളത്. അപ്പോൾ ഒരു കോഴ്സ് ഔട്ട്കം തന്നെ 2ൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അത്രയും അവ ചില മൊഡ്യൂളിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചില മൊഡ്യൂളിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കറക്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇത് നമ്മൾ കോഴ്സ് ഔട്ട്കം 1ലെയും 2ലെയും പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു പ്രോബ്ലമാണ്. ട്രാൻസ്ഫോമറാണ്. മൊഡ്യൂൾ 1 കോഴ്സ് ഔട്ട്കം 1ലെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ്. 250 kVA കപ്പാസിറ്റിയാണ്. പ്രൈമറിയത്തെ വോൾട്ടേജ് 11 kV, സെക്കൻഡറിയത്തെ വോൾട്ടേജ് 415 വോൾട്ട്. ഫ്രീക്വൻസി 50 ഹെഡ്സ് ആണ്. ആസ് 80 ടേൺസ് ഓൺ ദ സെക്കൻഡറി. N2 എന്ന് പറഞ്ഞാൽ 80 ആണ്. കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് വാല്യൂസ് ഓഫ് ദ പ്രൈമറി. പ്രൈമറിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൻഡ് സെക്കൻഡറി കറണ്ട് അറ്റ് ഫുൾ ലോഡ്. അപ്രോക്സിമേറ്റ് പാർട്ട് ബി ക്വസ്റ്റ്യൻ. അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് പ്രൈമറി ടേൺസ്. സി മാക്സിമം വാല്യൂസ് ഓഫ് ദി ഫ്ലക്സ്. ഇത്രയാണ് വാല്യൂസ് ഉള്ളത്. അതിൻ്റെ ആൻസർ കീയിൽ കൊടുത്ത ആൻസർ കീ ആണ് ഇവിടെ ഞാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. 1 4 I2. അത് I1 പ്രൈമറി കറണ്ട് കണ്ടാൽ 1 മാർക്ക് കിട്ടും, സെക്കൻഡറി കറണ്ട് കണ്ടാൽ 2 മാർക്ക് കിട്ടും. അതായത് 1+1 2 മാർക്ക് കിട്ടും. N1 കണ്ടാൽ അതിന് 2 മാർക്കാണ്, അപ്പോൾ 4 മാർക്കായി. പിന്നെ ഫ്ലക്സ് കാണാനാണ് ബാക്കി 3 മാർക്ക്. ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് തന്നെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 1+1 +2 +3 7 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നോക്കാം പ്രൈമറി കറണ്ട് എങ്ങനെയാണ്. ഇവിടെ ആൻസർ കീ തന്നിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫോമർ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത്. 250 kVA. KVA എന്ന് പറഞ്ഞാൽ കിലോ വോൾട്ട് ആംപിയർ. വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഉണ്ട്. ഈസ് ഈക്വൽ ടു പ്രൈമറി ആണ് എടുക്കുന്നത് എങ്കിൽ 11 kV. ഇവിടെ വോൾട്ടേജ് ഉണ്ട്, ഇവിടെ KVA ആണ്. അപ്പോൾ ഇവിടുന്ന് കറണ്ട് പ്രൈമറി കറണ്ട് I1 കാണാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 250 ഡിവൈഡഡ് ബൈ 11. 250 kVA ഡിവൈഡ് ബൈ 11 kV. കിലോ കട്ട് ചെയ്യും, വോൾട്ട് കട്ട് ചെയ്താൽ ആൻസർ കിട്ടുന്നത് 22.7 ആംപിയർ ആണ്.
എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ സെക്കൻഡറി കറൻറ്റ് ദ സെയിം സാധനം തന്നെ I2 ഈസ് ഈക്വൽ ടു 250 kVA ഡിവൈഡ് ബൈ സെക്കൻഡറി എത്രയാണ് ഇവിടെ 415 വോൾട്ട് ഡിവൈഡ് ബൈ 415 വോൾട്ട് ഈസ് ഈക്വൽ ടു ഇത് കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻറ്റു 10⁻³ ചെയ്യണം. 250 ഇൻറ്റു 10⁻³ divided by 415 is equal to 602 602 ആംപിയർ. നമ്പർ ഓഫ് പ്രൈമറി ടേൺസ് നമുക്കറിയുന്നതാണ് N1 by N2 is equal to V1 by V2. V1 ഉം V2 നമുക്കറിയാം, ഇവിടെ തന്നിട്ടുണ്ട് 11 kV 415 വോൾട്ട്. അപ്പോൾ N2 തന്നിട്ടുണ്ട് 80 വോൾട്ട്. അപ്പോൾ N1 is equal to 11 into 10⁻³ divided by 415 into N2 ഇങ്ങോട്ട് വന്ന 80 is equal to 2120. ഇനി മാക്സിമം ഫ്ലക്സ്, അതിന് നമുക്ക് EMFൻ്റെ ഇക്വേഷൻസ് കിട്ടണം. ഏത് ഇക്വേഷൻസ് കിട്ടുക? EMF is equal to 4.44 into F into phi into N. ഇവിടെ എടുത്തത് V2 ആണ്. ഏത് V1 എടുക്കാം? V2 is equal, ഇപ്പോൾ ഇവിടുത്തെ N2 ആയിരിക്കും. phi എന്ന് പറഞ്ഞാൽ is equal to V2 divided by 4.44 into F into N2. എല്ലാ വാല്യൂസും ഉണ്ട്. V2 എന്ന് പറഞ്ഞാൽ 415 വോൾട്ടാണ്. 4.44 F എന്നുള്ളത് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. N2 എന്നുള്ളത് 80. അത് ചെയ്യുമ്പോൾ 23.4 into 10⁻³ വെബർ. അതാണ് മില്ലി വെബർ. എളുപ്പത്തിൽ നമുക്ക് ആൻസർ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്, ഒരു പ്രോബ്ലമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനും ഇതേപോലത്തെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറത്തെ ക്വസ്റ്റ്യൻ ആണ്. 3 ഫേസ്, നേരത്തെ സിംഗിൾ ഫേസ് ആയിരുന്നു, ഇവിടെ 3 ഫേസ് 50 ഹെർട്സ് 11 kV ഫ്രീക്വൻസി കിട്ടി. 11 kV പ്രൈമറി വോൾട്ടേജ് 415 വോൾട്ട് സെക്കൻഡറി വോൾട്ടേജ് കിട്ടി. ഡെൽറ്റ സ്റ്റാർ പ്രൈമറി ഡെൽറ്റയും സെക്കൻഡറി സ്റ്റാറുമാണ്. 6 kVA കപ്പാസിറ്റി കിട്ടി. 6 kVA. ട്രാൻസ്ഫോർമർ is operating with a flux phi is equal to 0.05 Weber. Find the number of HV high voltage and LV low voltage turns per phase. Second question, EMF per turn. Third question, full load HV and LV phase current. Maximum values of flux phi m എന്ന് പറഞ്ഞാൽ 0.05 Weber. ഞാൻ ആൻസർ കീയാണ്, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. ഫ്ലക്സ് തന്നിട്ടുണ്ട്, EMF per turns ആണ് 4.44 into F ഫ്രീക്വൻസി ഇൻറ്റു phi m. പെർ ടേൺ ആണ് കേട്ടോ, EMF പെർ ടേൺ ആണ്. EMF പെർ ടേൺ നമ്മൾ സാധാരണ ഇതിൽ നമുക്കറിയാം EMFൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 4.44 into F into phi into N. N എന്ന നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇവിടെ പെർ ടേൺ ആണ്, അപ്പോൾ ആ N ഡിവൈഡ് ആയി പോകുന്നതുകൊണ്ട് 4.44 into F into phi m വരെ ഉണ്ടാവുള്ളൂ. വാല്യൂസ് കൊടുക്കുമ്പോൾ 11.1 വോൾട്ട്. അതായത് ഒരു ടേണിൽ എത്ര EMF ഉണ്ടാവുക? 11.1 വോൾട്ട് ഉണ്ടാവുക. വോൾട്ടേജ് പെർ ഫേസ് ഓൺ ഡെൽറ്റ കണക്ടർ പ്രൈമറി വൈൻഡിങ്. ഡെൽറ്റ 11 kV ആണ്. വോൾട്ടേജ് പെർ ഫേസ് ഓൺ സ്റ്റാർ കണക്ടർ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 415 ആണ്. ഡിവൈഡ് ബൈ √3 സ്റ്റാർ ആയതുകൊണ്ട് ലൈൻ വോൾട്ടേജ് ബൈ √3 ചെയ്യണം. അതാണ് 1.16 239.6 വോൾട്ട്. നമുക്കറിയാം ഡെൽറ്റ കണക്ഷൻ ആകുമ്പോൾ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആണ്, സെയിം ആണ്. അതുകൊണ്ടാണ് 11 kV ഡയറക്റ്റ് ചെയ്തത്. സ്റ്റാർ ആകുമ്പോൾ ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് ആണ് 415 ബൈ √3 ചെയ്യണം. അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി N1 കാണണം, നമ്പർ ഓഫ് ടേൺസ് കാണണം. N2 കാണണം, നമ്പർ ഓഫ് ടേൺസ് ഓൺ പ്രൈമറി പെർ ഫേസ്. വോൾട്ടേജ് പെർ ഫേസ് ഡിവൈഡ് ബൈ EMF പെർ ഫേസ്. N1 എന്ന 11 kV ആണ്. 11 kV ഡിവൈഡ് ബൈ പെർ ഫേസ് കിട്ടാൻ 11.1. അപ്പോൾ കിട്ടുന്ന ടേൺ എന്ന് പറഞ്ഞാൽ 991 ടേൺസുകളാണ് കിട്ടുക. കാരണം നമ്മളിവിടെ കണ്ട വാല്യൂ, ഇവിടെ മുകളിൽ നമ്മൾ കണ്ട EMF പെർ ടേൺ ആണ് 11.1. അതായത് ഒരു ടേണിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 11.1 ആണ്.
അവിടെ മൊത്തമുള്ള വോൾട്ടേജ് 11 kV ആണ്. അപ്പോൾ 11,000 ഡിവൈഡ് 11.1 ചെയ്താൽ 991 വാല്യൂ കിട്ടും. അത്രയും ടേൺസ് ഉണ്ടാവും. N2 സെയിം സംഗതി തന്നെ ചെയ്യാം. വോൾട്ടേജ് പെർ ഫേസ് ഡിവൈഡ് ബൈ EMF പെർ ഫേസ്. വോൾട്ടേജ് പെർ ഫേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 239.6 ഡിവൈഡ് ബൈ 11.1. അതായത് ഒരു ടേണിലുള്ള EMF എന്നാൽ 11.1 ആണ്. ടോട്ടലായ അവിടെ ഉണ്ടാകുന്നത് 239.6. ദാറ്റ് ഈസ് 22. സെക്കൻഡറിയിലാണ് ടേൺസ് എന്നാൽ 22 ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടി. ഈ തേർഡ് ക്വസ്റ്റ്യൻ ഫുൾ ലോഡ് HV ആൻഡ് LV ഫേസ് കറണ്ട് കിട്ടണം. ഫുൾ ലോഡ് HV ആൻഡ് LV ഫേസ് കറണ്ട് കിട്ടണമെങ്കിൽ നമുക്കിവിടെ 6 kVA ഇയാൾ നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഔട്ട്പുട്ട് പെർ ഫേസ് എന്ന് പറഞ്ഞാൽ 6 kVA പെർ ഫേസ് എന്നിവിടെ പറഞ്ഞു. ഫേസ് വോൾട്ട് കറണ്ട്. അപ്പോൾ ഫുൾ ലോഡ് HV ആൻഡ് LV ഫേസ് കറണ്ട് ഔട്ട്പുട്ട് പെർ ഫേസ് എന്നാൽ 6 kVA by 3. കാരണം 3 ഫേസ് ആണുള്ളത്. അപ്പോൾ 2 kVA. ഓരോ ഫേസിനും 2 kVA ഉണ്ടാവും. HV ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2000 എന്നാൽ 2 kVA 2000 വോൾട്ട് ആംപിയർ ഡിവൈഡ് ബൈ വോൾട്ടേജ് എത്രയാണ് 11,000 അങ്ങനെ കിട്ടുമ്പോൾ 0.182 ആംപിയർ ആണ് കിട്ടുക. സെക്കൻഡറിയിൽ 2000 ഡിവൈഡ് ബൈ 239.6 ചെയ്താൽ 8.35 ആംപിയർ LV ഫേസിൽ ഉണ്ടാകുന്ന കറണ്ടാണ്. അങ്ങനെയാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, എ 25 kVA 2200 and 220 വോൾട്ട്. അത് 25 kVA അതിൻ്റെ കപ്പാസിറ്റിയാണ്. 2200 V1 ആണ്, 220 V2 ആണ്, 50 ഹെർട്സ് ഫ്രീക്വൻസിയാണ്. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആയുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് സ്റ്റാർ ഡെൽറ്റ 3 ഫേസ് ആകുമ്പോൾ സ്റ്റാർ ഡെൽറ്റ എക്സ്പ്ലെയിൻ ചെയ്യണം. സ്റ്റാർ ആണെങ്കിൽ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് തമ്മിൽ വ്യത്യാസം വരും. ഡെൽറ്റ ആണെങ്കിൽ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും വ്യത്യാസം വരും. √3 വാല്യൂ ഉണ്ടാകും. പക്ഷെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്ന അങ്ങനത്തെ ഒരു കേസേ ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് പോകാൻ സാധിക്കും. പിന്നീട് തന്ന വാല്യൂസ് ഫോളോയിങ് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് റിയാക്ടൻസ് ആണ്. R1ന്റെ വാല്യൂ ഉണ്ട്, R2ന്റെ വാല്യൂ ഉണ്ട്, X1ന്റെ വാല്യൂ ഉണ്ട്, X2ന്റെ വാല്യൂ. കാൽക്കുലേറ്റ് ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫർ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൻഡ് ഇക്വലന്റ് റിയാക്ടൻസ് റെഫർ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇതിൽ കാണുന്നത് ഇതിന്റെ തന്ന വാല്യൂസ് ആണ്. 1 2 3 4 5 5 വരിയിൽ തന്നെ ആൻസർ അടങ്ങും. 7 മാർക്ക് കിട്ടും. ഫസ്റ്റിന് 1 മാർക്ക്, പിന്നെ 1.5 വെച്ചിട്ടാണ്. ഫസ്റ്റിന് K എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ K is equal to V2 by V1. V2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 220. V1 ആണ് 2200. അത് ചെയ്യുമ്പോൾ ഇനി R01 എന്ന് പറഞ്ഞാൽ R01 ആണെന്ത് ഇക്വലന്റ് റെസിസ്റ്റൻസ് പ്രൈമറി. അതാണ് 01 റെഫർ ടു പ്രൈമറി. R01 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് R1 പ്ലസ് R2ന്റെ സാധനമാണ് R2 by K². R1 പ്ലസ് R2 by K². Kന്റെ വാല്യൂ 0.1. R1ഉം R2 വാല്യൂസ് കൂടി തന്നിട്ടുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് 1.7 ഓം ആണ് നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അടുത്ത R02 എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫർ ടു സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഈ സീക്വൽ R02 റെഫർ ടു സെക്കൻഡറി R2 പ്ലസ് K² into R1. ഇത് എപ്പോഴും ഇത് മാറുന്ന R2 by K² ആണോ K² into R1 ആണോ എന്നെല്ലാം ഉണ്ടാവും. ഇത്ര ഒന്ന് ആലോചിച്ചാൽ മതി. ഇതിന്റെ വാല്യൂ R2 by K² ഇങ്ങനെ ഒരു വാല്യൂ എടുക്കുന്നുണ്ട്. R2 by K². രണ്ടും 2 തൊട്ടടുത്ത് കിടക്കുന്ന രീതിയിൽ അടി സെൻട്രൽ ഒരു വര. ഇങ്ങനെ ആലോചിച്ചാൽ എളുപ്പം, ഞാൻ മനസ്സിലാക്കിയ എളുപ്പമുള്ള കേസാണ്. മറ്റുള്ളവർക്ക് വേറെ രീതിയിൽ ചിന്തിക്കാവുന്നതാണ്. R02 R2 plus K² into R1. R02 ഫസ്റ്റ് പറയുമ്പോൾ R02 റെഫർ ടു സെക്കൻഡ്. ഫസ്റ്റ് തന്നെ R2 ആണ് എഴുതേണ്ടത് പ്ലസ് പിന്നെ എന്താ എഴുതേണ്ടത് R1ന്റെ ഇൻറ്റു
ട്രാൻസ്ഫോർമേഷൻ റേഷ്യോമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ കെ സ്ക്വയറിൻ്റെ R1 വാല്യൂസ് കൊടുക്കുമ്പോൾ 0.017 ഓം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്വലന്റ് റിയാക്ടൻസ് റെഫർ ടു പ്രൈമറി. ഇതേപോലെ തന്നെ ആറിന്റെ പകരം x01 കൊടുക്കുക. x01 ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 ബൈ കെ സ്ക്വയർ. വാല്യൂസ് കൊടുക്കുക. വാല്യൂ 6.2 കിട്ടും. ഇനി ഇക്വലന്റ് റിയാക്ടൻസ് റെഫർ ടു സെക്കൻഡറി ആവുമ്പോൾ x02 എന്ന് പറഞ്ഞാൽ is equal to x2 എന്ന് പറഞ്ഞാൽ x2 പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു x1. 0.062. ഇതിന്റെ ഏറ്റവും നല്ലത് ഇതിന്റെ ഇക്വേഷൻസ് കാണാൻ പറയാം. നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാതെ ഇതിലാകെ അറിയുന്നത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കാണാനാണ്. അതിലൊരു മാർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ആ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പിന്നെ വാല്യൂസ് ഒക്കെ ഇടുന്നുണ്ടോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസ് മാറാതിരിക്കുക. R01 എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 ബൈ കെ സ്ക്വയർ. ഓക്കെ. Fourth question. Draw and explain the vector diagram of a transformer with resistance and leakage reactance on resistive load. വ്യത്യസ്തമായ വെക്ടർ ഡയഗ്രാംസ്, ഫേസർ ഡയഗ്രാംസ് പഠിച്ചിട്ടുണ്ട്. ഫ്രം ദ ബിഗിനിങ് ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ വെക്ടർ ഡയഗ്രാം എങ്ങനെയാണ്, അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ് എങ്ങനെയാണ്, ട്രാൻസ്ഫോമർ ഓൺ ലോഡ് ചെയ്യുമ്പോൾ റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ്, ഇൻഡക്റ്റീവ് എങ്ങനെയാണ്, ലീക്കേജ് റിയാക്ടൻസ് ഉണ്ടാകും. അങ്ങനെ കുറെ വ്യത്യസ്തമായ മേഖലകൾ. അപ്പൊ വിത്ത് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് റിയാക്ടൻസും റെസിസ്റ്റീവ് ലോഡാണ്. ലോഡ് റെസിസ്റ്റീവ് ആണ്. അവിടെ ഫസ്റ്റ് വരക്കുന്ന ഇത് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഈ സിമ്പിൾ ഫ്ലക്സ്. ഇതിന് അതിന് നേരെ പെർപെൻഡിക്കുലർ E1 വരയ്ക്കുക. I01 രണ്ട് ഇതുണ്ടാവും. I01 ഉണ്ടാവും, Imu ഉണ്ടാവും. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ I1 കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ E1 കിട്ടി. ഇനി എന്ത് വരയ്ക്കണം? V1 കിട്ടണം. ഈ I1ന് പാരലായിട്ട് ഒരു ലൈന് ഇവിടുന്ന് E1 വരയ്ക്കുക. I1 R1. അവിടുന്ന് ഏകദേശം പെർപെൻഡിക്കുലർ ആയിട്ട് I1 X1 വരയ്ക്കുക. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്നുള്ളത് V1 ആയിരിക്കും. അതായത് ഈ 0 ഒറിജിൻ അങ്ങോട്ട് വരച്ചത് ദാറ്റ് ഈസ് V1. അപ്പൊ ആ സൈഡായി. ഇനി E1 നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന സാധനമായിരിക്കും E2 നമ്മളുണ്ട്. അപ്പൊ ഇവിടെ ഇത് കിട്ടണമെങ്കിൽ E2 എന്നാൽ I2 R2. I1 നേരെ ഒരേ ഓപ്പോസിറ്റ് ആയിരിക്കും I2 എടുക്കുന്നത്. I2 R2 സെയിം ഇതേ ഇതിൽ തന്നെ ആയിരിക്കും. I2 X2 കണ്ടു, ഇവിടെ V2 കാണും. ഇങ്ങനെയാണ് ഇതിന്റെ വെക്ടർ ഡയഗ്രാം. അപ്പൊ ഡയഗ്രാമത്തിൽ 5 ഇതാണ്. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫേസർ ഡയഗ്രാം ഓഫ് എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ കണക്ടിംഗ് ടു എ കപ്പാസിറ്റി ലോഡ്. പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ എന്ന ഐഡിയൽ ട്രാൻസ്ഫോമർ കഴിഞ്ഞിട്ട് സാധാരണ റെഗുലർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു. കണക്ടിംഗ് ടു എ കപ്പാസിറ്റി ലോഡാണ്. ലോഡ് കപ്പാസിറ്റീവ് ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കേസ് ഫസ്റ്റ് നമ്മൾ ഈ ലൈന് വരും. ഫസ്റ്റ് നമ്മൾ എക്സ് ആക്സിസിൽ ഒരു പാരലൽ ലൈൻ വരും. ഇത് എടുക്കുന്ന കറണ്ടാണ്. ഇത് IE അതിൽ IO എന്ന് പറഞ്ഞിട്ടാണ്. I1' എന്ന് പറഞ്ഞത് കപ്പാസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ലീഡ് ചെയ്യും. ആരും ബന്ധപ്പെട്ട് I1' അല്ലെങ്കിൽ E1 ലീഡ് ചെയ്യും ഈ ഒരു ആംഗിൾ. എന്നാലേ കപ്പാസിറ്റീവ് ആവുള്ളൂ. അപ്പൊ ഇതിന് പ്രൊപ്പോർഷൻ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ആരെ? I1 എന്ന് പറയുന്ന ആള്. I1 ആണ്. I1' നേരെ ഓപ്പോസിറ്റ് I2 ഇവിടെ വരയ്ക്കുക. അപ്പൊ V1 കിട്ടി. ഇനി I1ന് നേരെ പ്രൊപ്പോർഷൻ I1 R1 വരയ്ക്കുന്നു, I1 X1 വരയ്ക്കുന്നു. 0 ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് വെച്ചാൽ V1 കിട്ടി. ഈ കപ്പാസിറ്റി ലോഡാണ്. I2 ഇവിടെ കിട്ടി. E1ന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും -E1 E2 കിട്ടുന്നത്. ഇവിടെ I2ന് നേരെ പ്രൊപ്പോർഷൻ ആയിട്ട് ഇവിടുന്ന് I2 R2, I2 X2, ഇവിടുന്ന് V2 എന്നുള്ള കാര്യം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. എല്ലായ്പ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഈ വാല്യൂസ് ചിലപ്പം ഡെറിവേഷൻ ചിലപ്പോൾ കുറെ പേർക്ക് അറിയില്ലായിരിക്കാം. അറിയുന്ന ആളുകളെ എഴുതി പഠിക്കാൻ വേണം ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി.
ഇനി അറിയാത്ത ആളുകൾക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇത് നിർബന്ധമായിട്ട് വേണം. ഈ ഫസ്റ്റ് പോർഷൻ ഈ ഒരു വേവ് ഫോം ഒക്കെ വരച്ച് പരിചയപ്പെടും. നമ്മൾ ഫസ്റ്റ് അറിയുന്നത് EMF ഇക്വേഷൻ അറിയണം. E is equal to 4.44 into F ഫ്രീക്വൻസി into phi into N. എന്നാൽ E1 എന്ന് പറഞ്ഞാൽ 4.44 into ഫ്രീക്വൻസി into ഫ്ലക്സ് മാക്സിമം ഫ്ലക്സ് ആണ് into N1 ആണ്. E2 എന്ന് പറഞ്ഞാൽ is equal to 4.44 into ഫ്രീക്വൻസി into മാക്സിമം ഫ്ലക്സ് into N2. ഈ ഇക്വേഷൻസ് നമുക്കറിയാം. ഈ വാല്യൂസ് നമ്മൾ എവിടെയെങ്കിലും സൈഡിലോട്ട് കയറിയിരിക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ലെറ്റ് ഇത് ഓരോ സാധനങ്ങളും പരിചയപ്പെടും. ഫൈ എം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഇൻ വെബർ, എഫ് എന്ന സപ്ലൈ ഫ്രീക്വൻസി ഇൻ ഹെഡ്സ്, N1 നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി വൈൻഡിങ്, N2 നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ്. എന്നിട്ട് ഈ ഒരു വേവ് ഫോം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഒരു ഫുൾ സൈക്കിൾ എടുക്കുക. അതിന് ബൈ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ നമുക്കറിയാം ഈസ് ഈക്വൽ ടു d∅dt ആണ്. അതിൽ നിന്നാണ് ഈ സംഗതികൾ വന്നത്. അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ ഈസ് ഈക്വൽ d∅dt. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയത് ഫൈ എന്ന് പറഞ്ഞാൽ N ഫൈ ആണ്. അവിടെ നിന്ന് ഉണ്ടാക്കിയതാണ് ലാസ്റ്റ് എന്തിലോട്ട് എത്തുന്നത് 4.44 into N1 into F into phi M എന്നുള്ള വാല്യൂയിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പൊ ആ ഡെറിവേഷൻസ് എഴുതി പഠിക്കുക. ഈ സാധനം നിർബന്ധമായും വേണം. ഫസ്റ്റ് വേണം, ലാസ്റ്റ് വേണം. അതിന്റെ പിന്നെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ ഈസ് ഈക്വൽ d∅dt. ഫുൾ ഫ്ലക്സ് ഫൈ എന്ന് പറഞ്ഞാൽ N1 into phi ആണ്. അങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് അതിന്റെ അകത്തുള്ള സംഗതികളൊക്കെ എഴുതിയിട്ട് വേണം ചെയ്യാൻ. അതാണ് ഡിറൈവ് ദ EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. അതാണ് നമ്മുടെ CO1ത്തെ 7 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇനി CO2 ക്വസ്റ്റ്യൻസ് നോക്കാം. കോഴ്സ് ഔട്ട്കം 2. എക്സ്പ്ലെയിൻ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓൺ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർക്യൂട്ട് ഡയഗ്രം. അത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ടെസ്റ്റ് ടു ഫൈൻഡ് ദ കോർ ലോസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. അപ്പൊ കോർ ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ ടെസ്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ കോർ ലോസ് OC ടെസ്റ്റ് ആണ്. ചിലപ്പോൾ കോർ ലോസിന് പകരം കോപ്പർ ലോസ്. ഐഡന്റിഫൈ എ ടെസ്റ്റ് ടു ഫൈൻഡ് ദി കോപ്പർ ലോസ് ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ട നമ്മൾ സാമാന്യമായിട്ടുള്ള ഒരു ബോധം നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ഇതിൽ നിർബന്ധമായുണ്ട് 2 4 ഫിഗർ. 2 മാർക്ക് ഫിഗറിനാണ്. അപ്പൊ 2 ഫിഗർ വരച്ചാൽ എത്ര കിട്ടി? 4 മാർക്ക് കിട്ടി. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ. ഫിഗർ വരക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ ഇത് ഫോം ഓട്ടോ ട്രാൻസ്ഫോമർ, വോൾട്ട്മീറ്റർ ഇതൊക്കെ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ OC എടുക്കുമ്പോൾ പ്രൈമറി വൈൻഡിങ് ലോ വോൾട്ടേജ് ആയിരിക്കണം. സെക്കൻഡറി വൈൻഡിങ്ങിന്റെ ടേൺസിന്റെ എണ്ണം കൂട്ടി വരക്കണം. HV സൈഡാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. HV സൈഡാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ആ ഒരു കേസ് തന്നെ എഴുതിയാൽ മതി. ഇപ്പൊ 2 മാർക്ക് ഫോർ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നതിൽ നമുക്ക് എഴുതിയാൽ മതി LV സൈഡ് ഈസ് കണക്റ്റഡ് ടു പ്രൈമറി സൈഡ് ആൻഡ് HV സൈഡ് ഈസ് എ സെക്കൻഡറി. HV side has large number of turns. That HV should be open circuited. ആ ഒരു പോയിന്റ് മതി. അടുത്ത ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നേരെ റിവേഴ്സ്, നേരെ തിരിച്ച് HV ആയിരിക്കും പ്രൈമറിയിൽ ഉണ്ടാവുക, സെക്കൻഡറിയിൽ LV ആയിരിക്കും. നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം കുറച്ചാണ്. എന്നിട്ടൊരു കോപ്പർ ബാർ ഉപയോഗിച്ചിട്ടോ ഒരു ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അപ്പോൾ LV ആണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് ഈ ഒരു ഫിഗർ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഓപ്പൺ സർക്യൂട്ടിൽ HV ആണ് ഓപ്പൺ ആക്കിയിടുന്നത്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൽ LV ലോ വോൾട്ടേജ് ആണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ സേവിങ് കോപ്പർ ഇൻ എൻ ഓട്ടോ ട്രാൻസ്ഫോമർ. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കോപ്പർ സേവിങ്ങിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ്, ഡെറിവേഷനാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട് 2 4 ഫിഗർ. നിങ്ങൾ എന്തുണ്ടെങ്കിലും ഫിഗർ പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ ഫിഗർ ഫസ്റ്റ് വരച്ചേക്കണം. അതിന് മാർക്കുണ്ട്. എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 7 മാർക്ക് 2 മാർക്ക് ഈ ഒരു ഫിഗർ വരച്ച്. ഓട്ടോ ട്രാൻസ്ഫോമറിന് ഒരു ടേണേ ഉണ്ടാവുള്ളൂ. സിംഗിൾ വൈൻഡിങ് ആണ്, 1 വൈൻഡിങ്ങേ ഉണ്ടാവുള്ളൂ. ഈ ഭാഗത്ത് V1
N1, ഈ ഭാഗത്ത് ദിസ് ഈസ് N2, V2 ലോഡും കൊടുക്കുക. 2 മാർക്കായി. അതിൻ്റെ ഡെറിവേഷനാണ് ഇങ്ങനെ ഓട്ടോ ട്രാൻസ്ഫോമറിൽ. ഫസ്റ്റ് ഇത് പ്രൈമറിയിൽ എങ്ങനെയാണ് വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ ഇസ് പ്രൊപ്പോർഷൻ ടു എന്തിനും പ്രൊപ്പോർഷൻ ആണെന്ന് നോക്കാം. പ്രൊപ്പോർഷൻ ടു കറണ്ട് ആൻഡ് നമ്പർ ഓഫ് ടേൺസിനാണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തത് വെയിറ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോമർ പ്രൊപ്പോർഷൻ ടു സംഗതി കൊടുക്കുക. രണ്ടും കൂടി റേഷ്യോ എടുക്കുക. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ് ഡിവൈഡ് ബൈ ഓർഡിനറി ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ്. അതിങ്ങനെ ചെയ്ത് വന്നത് ലാസ്റ്റ് കിട്ടുന്നതാണ്. വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് ഈക്വൽ ടു 1 മൈനസ് കെ ഇൻറ്റു വെയിറ്റ് ഓഫ് ഓർഡിനറി. ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം. ഓട്ടോ ട്രാൻസ്ഫോമർ വെയിറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കെ. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. കെ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. അതറിയുന്നതാണ്. നേരത്തെ നമ്മൾ അതേ വാല്യൂ ഉപയോഗിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഇൻറ്റു W0 എന്നാണ് ഓർഡിനറി ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ്. അപ്പോൾ സേവിങ് ഓഫ് കോപ്പർ, എത്ര കോപ്പർ സേവ് ചെയ്തു എന്ന് ചോദിച്ചാൽ W0 മൈനസ് WA ഈസ് ഈക്വൽ ടു W0 മൈനസ് 1 മൈനസ് K ഇൻറ്റു W0. ദാറ്റ് ഈസ് K ഇൻറ്റു W0. ഇത്രയും കോപ്പറാണ് സേവ് ചെയ്തുള്ളത്. അപ്പോൾ തുടക്കം ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഇത് ചെയ്ത് വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ പ്രൊപ്പോർഷൻ ടു ഈ ഇക്വേഷൻ ചെയ്ത വെയിറ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോമർ പ്രൊപ്പോർഷൻ ഡിവൈഡ് ചെയ്ത രണ്ടിൻ്റെയും റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഡിവൈഡ് വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓർഡിനറി ട്രാൻസ്ഫോമർ. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ചാടാം. ഇങ്ങനെ WA ബൈ W0 ഈസ് ഈക്വൽ ടു 1 മൈനസ് കെ. നിങ്ങൾക്ക് അതിനിടയിലുള്ള സ്റ്റെപ്പ് കിട്ടുന്നില്ലെങ്കിൽ നേരെ ഇതിലോട്ട് ചാടാം. ഈ വാല്യൂ നിർബന്ധമാണ്, അവസാനത്തെ വാല്യൂ. ഇതാണ് ഇതിൻ്റെ ഡെറിവേഷൻ. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അത് എക്സ്പ്ലെയിൻ വിത്ത് ഫിഗർ ദ വർക്കിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓട്ടോ ട്രാൻസ്ഫോമറിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ 7 മാർക്കിനാണ്. 3 മാർക്കിന് ഫിഗർ വരച്ചാൽ 3 മാർക്ക് കിട്ടും. എക്സ്പ്ലനേഷന് 4. അപ്പോൾ ഫിഗർ വരയ്ക്കുക. ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇതിവിടെ 2 ഫിഗർ വരച്ചാലും 1 ഫിഗർ വരച്ചാലും മതി. ട്രാൻസ്ഫോമർ എഴുതുന്ന പോയിൻ്റാണ് 1 ബൈൻഡിങ് ഓൺലി ആണ്. കോമൺ ടു ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി. തിയറി ഓപ്പറേഷൻ സെയിം ടു 2 ബൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. ബിക്കോസ് ഓഫ് 1 ബൈൻഡിങ് ലെസ് കോപ്പറാണ്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താണ്. ലെസ് കോപ്പറാണ്, ചീപ്പറാണ്. അങ്ങനെ വാല്യൂസ് ഇങ്ങനെ ഓരോ പോയിൻ്റായിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റത്തെ പോയിന്റ് ഇറ്റ്സ് 1 ബൈൻഡിങ് ഓൺലി. The 1 binding is common to both primary and secondary. This is similar to the 2 binding transformer. Because of 1 binding, it uses less copper, cheaper. നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വേണമെങ്കിൽ ആ ഇക്വേഷൻസ് ഒക്കെ എഴുതാം. ഓർഡിനറി ട്രാൻസ്ഫോമർ 1 മൈനസ് കെ ഇൻറ്റു W0. ഈ വാല്യൂസ് ഒക്കെ നമുക്ക് എഴുതാം. സ്മോളർ സൈസായിരിക്കും. എഴുതേണ്ട പോയിൻ്റാണ്. സ്മോളർ സൈസ് ആയിരിക്കും. വോൾട്ടേജ് റെഗുലേഷൻ വളരെ സുപ്പീരിയർ ആയിരിക്കും. ഹയർ എഫിഷ്യൻസി ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൂളിംഗ് മെത്തേഡ് ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ഡിഫറെൻറ്റ് കൂളിംഗ് മെത്തേഡുകളാണ്. ഇതാണ് കീയിൽ കൊടുത്തിട്ടുള്ള ആൻസേഴ്സ്. കീയിൽ ഇങ്ങനെയാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ഫോളോയിങ് കൂളിംഗ് ടൈപ്പ്: ഓയിൽ ഫിൽഡ് സെൽഫ് കൂൾഡ് ഉണ്ട്, ഓയിൽ ഫിൽഡ് വാട്ടർ കൂൾഡ് ഉണ്ട്, എയർ ബ്ലാസ്റ്റ് ടൈപ്പ് ഉണ്ട്. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് കൂളിംഗ് മെത്തേഡുകളാണ് ട്രാൻസ്ഫോമറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. ഇൻ എ 50 kVA പ്രോബ്ലമാണ്. 50 kVA കപ്പാസിറ്റിയാണ് 50 kVA എന്നുള്ളത്. പ്രൈമറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 11 kV ആണ് പ്രൈമറി വോൾട്ടേജ്. V1 V2 സെക്കൻഡറി വോൾട്ടേജ് 400 വോൾട്ട്. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണ്. അയൺ കോപ്പർ ലോസ് വന്നിട്ടുണ്ട് 500 വോൾട്ട് 600 വോൾട്ട് റെസ്പെക്റ്റീവ്ലി അണ്ടർ റേറ്റഡ് കണ്ടീഷൻ. കാൽക്കുലേറ്റ് എഫിഷ്യൻസി അറ്റ് യൂണിറ്റി പവർ ഫാക്ടറിൽ എഫിഷ്യൻസി കാണാൻ അറ്റ് ഫുൾ ലോഡ്. സെക്കൻഡ് ലോഡ് അറ്റ് വിച്ച് മാക്സിമം എഫിഷ്യൻസി ഒക്കർ ചെയ്യുന്നത്. ആൻഡ് അയൺ ആൻഡ് കോപ്പർ ലോസ് അറ്റ് ദിസ് ലോഡ്. അപ്പോൾ ഫുൾ ലോഡിൽ UPF ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ 50 × kVA. നമുക്കറിയാം 50 kVA ഇൻറ്റു പവർ ഫാക്ടർ ഇൻറ്റു ചെയ്താൽ കിട്ടും. പവർ ഫാക്ടർ 1 ആണ്. അപ്പോൾ 50 kilowatts ആണ്.
മറ്റേ ഫുൾ ലോഡ് ഇൻപുട്ട് എന്നാൽ ഔട്ട്പുട്ട് പവർ പ്ലസ് കോർ ലോസ് പ്ലസ് കോപ്പർ ലോസ് ആഡ് ചെയ്താൽ നമുക്ക് ഇൻപുട്ട് കിട്ടും 50 പ്ലസ് 0.5 500 വാട്ട്സ് ആണ്. അപ്പോൾ കിലോ വാട്ട് ആകുമ്പോൾ 0.5 പ്ലസ് 0.6 എന്നാൽ 51.5 കിലോ വാട്ട്സ്. അപ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ടും കിട്ടിയ സ്ഥിതിക്ക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ ആണ്. അത് ചെയ്യുമ്പോൾ 50 ഡിവൈഡ് 51.1 97.85. ലോഡ് ഫോർ മാക്സിമം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കോർ ലോസ് റൂട്ട് ഓഫ് കോർ ലോസ് ഡിവൈഡ് ബൈ കോപ്പർ ലോസ് ഇൻറ്റു 50 kVA. അത് ചെയ്യുമ്പോൾ 45.6 kVA ആയിരിക്കും കിട്ടുക. അയൺ ആൻഡ് കോപ്പർ ലോസ് അറ്റ് ദിസ് ലോഡ് കിട്ടണമെങ്കിൽ അയൺ ലോസ് ആൻഡ് കോപ്പർ ലോസ് അറ്റ് ദിസ് ലോഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം എഫിഷ്യൻസിയിൽ കിട്ടണമെങ്കിൽ മാക്സിമം എഫിഷ്യൻസി നമുക്കറിയാം കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു അയൺ ലോസ് ആണ്. അപ്പോൾ രണ്ടും 500 വാട്ട്സ്. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 12th question. A 10 kVA 200 volt, that is 200 volt bar 400 volt, that is V1 എന്ന് പറഞ്ഞാൽ that is 200 volt ആണ് V1. V2 എന്ന് 400 volt, frequency 50 Hz, single phase transformer as the following test. OC ടെസ്റ്റ് HV സൈഡാണ് ഓപ്പൺ ആക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ എടുക്കുന്നത്, അതായത് നമുക്കറിയാം HV സൈഡ് ഫിഗർ വരയ്ക്കുകയാണ്. HV സൈഡ് ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ വാട്ട് മീറ്റർ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് എവിടെയായിരിക്കും? LV സൈഡിലായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ OC ടെസ്റ്റിൽ ഈ വാല്യൂസ് എല്ലാം കാണുന്നത് എവിടെയായിരിക്കും? ലോ വോൾട്ടേജിലായിരിക്കും. ദാറ്റ് ഈസ് V0, I0, W0. ഈ SC ടെസ്റ്റ് LV വൈൻഡിങ് ആണ് ഷോർട്ട് ആക്കുന്നത്. അപ്പോൾ ഈ 22 വോൾട്ട് VSC, 30 ആംപിയർ ISC ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, 200 വോൾട്ട് എന്നാൽ WSC. ഇതെല്ലാം LV സൈഡ് ഷോർട്ട് ടൈം കിട്ടുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഈ വാല്യൂസ്, അതായത് വോൾട്ട് മീറ്ററും അമ്മീറ്ററും വാട്ട് മീറ്ററും ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് എവിടെയായിരിക്കും? HV സൈഡിലേക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ആ ഒരു ഫിഗർ നമുക്ക് വരയ്ക്കാം. HV സൈഡ്, LV സൈഡാണ് എന്ത് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഈ HV സൈഡിലായിരിക്കും വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ, അമ്മീറ്റർ, വോൾട്ട് മീറ്റർ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക HV സൈഡിലായിരിക്കും. ഇത് മാഗ്നറ്റൈസിങ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം, ഇക്വലന്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ടേൺസ് റേഷ്യോ കാണുന്നു, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ടേൺസ് റേഷ്യോ എന്നാൽ V2/V1 ആണ്. ദാറ്റ് ഈസ് 400/200, ദാറ്റ് ഈസ് 2. ഇനി നോ ലോഡ് പവർ ഫാക്ടർ കാണണം. നോ ലോഡ് പവർ ഫാക്ടർ കാണാമെന്നാണ് W0 is equal to V0 into I0 into cos ∅0. ഫസ്റ്റ് ഇത് നോ ലോഡ് OC ടെസ്റ്റ് എന്ന് കിട്ടുന്നതാണ്. അവിടെ cos ∅0 എന്ന് പറഞ്ഞാൽ W0 ഡിവൈഡ് ബൈ V0 into I0. W0 എത്രയാണ്? 200/V0 എന്ന് പറഞ്ഞാൽ 200 into 1.3, ദാറ്റ് ഈസ് 0.46 ലാഗ് പവർ ഫാക്ടർ കിട്ടും. മാഗ്നറ്റ് വർക്കിംഗ് കറണ്ട് കിട്ടണമെങ്കിൽ I0 1.3 into 0.46, 0.4 ആംപിയർ. മാഗ്നറ്റൈസിങ് കറണ്ട് I0 സ്ക്വയർ മൈനസ് IW സ്ക്വയർ ചെയ്താൽ 1.15 കിട്ടും. ഇനി HV സൈഡ് റെസിസ്റ്റൻസ് കിട്ടണം. HV സൈഡ് റെസിസ്റ്റൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ, ദാറ്റ് ഈസ് HV സൈഡിൽ റെസിസ്റ്റൻസ് കിട്ടുക 200 ഡിവൈഡഡ് ബൈ 30.3 HV സൈഡ് റെസിസ്റ്റൻസ്. പവർ എന്ന് പറഞ്ഞാൽ പവർ ഈസ് ഈക്വൽ ടു I² ഇൻറ്റു R ആണ്. അപ്പോൾ R ഈസ് ഈക്വൽ ടു പവർ ബൈ I². അപ്പോൾ പവർ 200 ഡിവൈഡ് ബൈ I² എന്ന് പറഞ്ഞാൽ 30 into 30. HV സൈഡിലാണ് കേട്ടോ. ഇവിടുത്തെ വോൾട്ടേജും ഇവിടുത്തെ എടുക്കും. അപ്പോൾ ഈസ് ഈക്വൽ ടു 0.22 ohm. ഇനി അടുത്തത് വോൾട്ടേജ് എടുക്കുന്നത് 200 വോൾട്ടാണ്, കറണ്ട് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. അടുത്ത LV സൈഡ് റെസിസ്റ്റൻസ് കാണുക. HV സൈഡ് കിട്ടിയാൽ LV സൈഡത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ HV സൈഡ്
resistance divided by K square. That is 0.055 ohm. HV side impedance and voltage by current 22 by 30, 0.73 ohm. HV side reactance and impedance and resistance get the root of 0.73 square minus 0.22 square, 0.696 ohm. LV side reactance and 0.696 divided by K square is equal to 0.174 ohm. In another question, the following test result were obtained for a 50 kVA transformer. Open circuit primary voltage അതേപോലെ തന്നെ സെക്കൻഡറി വോൾട്ടേജ് തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൻ്റെ പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട്, പ്രൈമറി കറണ്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പവറും തന്നിട്ടുണ്ട്. സെക്കൻഡറി കറണ്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ലോഡ് കറണ്ടിന് തുല്യമാണ്. എഫിഷ്യൻസി അറ്റ് ഫുൾ ലോഡ് 0.7 പവർ ഫാക്ടർ. ബി എഫിഷ്യൻസി അറ്റ് ഹാഫ് ലോഡ് ഫോർ 0.7 പവർ ഫാക്ടർ. അപ്പോൾ കോർ ലോസ് എന്ന് പറഞ്ഞാൽ 430 വാട്ട്സ് ആണ്. കാരണം ഓസിയിൽ കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോർ ലോസ്. ഷോർട്ട് സർക്യൂട്ട് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസ് ഓൺ ഫുൾ ലോഡ് 525 വാട്ട്സ്, കോർ ലോസ് 401. അപ്പോൾ ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്താൽ ദാറ്റ് ഈസ് 955 വാട്ട്സ്, 0.955 കിലോ വാട്ട്സ്. എഫിഷ്യൻസി അറ്റ് ഫുൾ ലോഡ് ദാറ്റ് ഈസ് 50 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ എന്താണ്, KVA. ഇത്ര KVA ഇൻറ്റു 0.7 ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 7 ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടിന് പകരം ഔട്ട്പുട്ട് പ്ലസ് ലോസ്. ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എത്ര KVA ആണ്, 50 KVA ആണ്. 50 KVA ഇൻറ്റു പവർ ഫാക്ടർ 0.7 അത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും 97.3. കോപ്പർ ലോസ് അറ്റ് ഹാഫ് ലോഡ് എന്ന് പറഞ്ഞാൽ അതാണ് കോർ ലോസ് എല്ലാ സമയത്തും തുല്യമായിരിക്കും. നോ ലോഡ് ടു ഫുൾ ലോഡ് കോർ ലോസ് നോ ചേഞ്ച്, പക്ഷേ കോപ്പർ ലോസ് ചേഞ്ച് ചെയ്യും. കോപ്പർ ലോസ് ഹാഫ് ലോഡ് ആകുമ്പോൾ 525 ആണ് ഇപ്പോൾ ഉള്ളത്. 525 ഇൻറ്റു 1/2 ഹോൾ സ്ക്വയർ, ഹാഫ് ആകുമ്പോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 131 വാട്ട്സ്. കോർ ലോസിന് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ 430 പ്ലസ് 131 ടോട്ടൽ ലോസ് 561 വാട്ട്സ് ആയി. നേരത്തെ അതേപോലെ തന്നെ എഫിഷ്യൻസി അറ്റ് ഫുൾ ലോഡ് KVA ഇൻറ്റു പവർ ഫാക്ടർ ഡിവൈഡ് ബൈ KVA ഇൻറ്റു പവർ ഫാക്ടർ പ്ലസ് ലോസ് 96.9 ഓം. ഇത്രയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്. പ്രോബ്ലംസ് കുറച്ചുണ്ടാവുന്ന മേഖലയാണ് മൊഡ്യൂൾ 1 ഉം 2 ഉം. ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കോഴ്സ് ഔട്ട്കം 1ലെയും 2ലെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് സീത്തെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. തിയറി വളരെ കുറച്ചാണ് വന്നുള്ളത്. ഇത് തന്നെ ആവണം എക്സാം എന്നില്ല. നമ്മൾ 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. മറ്റുള്ള ക്വസ്റ്റ്യൻസും ആകാം. വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. എക്സാമിന് നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.